ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുറത്തുനിന്നാട്ടോ കഴിച്ചേ. നല്ല ചൂട് മസാല ദോശയും സാമ്പാറും ചമ്മന്തിയും. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഡിസ്കഷനൊക്കെ നടത്തിയാലും ഫൈനൽ ഡിസിഷൻ മിക്കപ്പോഴും മസാല ദോശയിലാണ് നിൽക്കൽ. എനിക്ക് നല്ല ഇഷ്ടമാണ് മസാല ദോശ, അതുകൊണ്ട് ഞാൻ അതിൽ വെറൈറ്റി പിടിക്കാൻ പോകാറില്ല. അതും വെജിറ്റേറിയൻ ഹോട്ടലിലെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. 10 മണിക്ക് ചെറിയും ഏതോ ഒരു ഡ്രൈ ഫ്രൂട്ടും ആയിരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉച്ചയ്ക്ക് ചോറിന് മീൻ്റെ ചാറും കായത്തോരനും ഉരുളക്കിഴങ്ങ് ചേമ്പ് മെഴുക്കുവരട്ടിയും വറുത്തരച്ച ചേമ്പ് കറിയും അരിനെല്ലിക്ക കാന്താരിയും ഉപ്പിലിട്ടതും, അതായത് അരിനെല്ലിക്കയും കാന്താരിയും കൂടി ഉപ്പിലിട്ടതും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. ഈവനിങ് നല്ല മഴയായിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചിക്കൽ കഷ്ടമാണ്. മഴ പെയ്താൽ ഒരു കട്ടൻ കാപ്പി അത് മസ്റ്റാ. അപ്പോൾ എല്ലാവരും കൂടി ഇറയത്തിരുന്ന് ചിയേഴ്സും അടിച്ച് കട്ടൻ കാപ്പിയും ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. അത്താഴത്തിന് ഇന്ന് ചോറും മീൻകറിയും സോയാബീൻ അച്ചാറും മോരുകറിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. സോയാബീൻ അച്ചാർ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നേ. വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മധുരത്തിന് ഇന്ന് ഫ്രൂട്ടി ആട്ടോ കുടിച്ചേ. എനിക്ക് വലിയ താല്പര്യമില്ല ഇത്, അതുകൊണ്ട് ഒരു സിപ്പേ കുടിച്ചുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടില്ലേ.